എങ്ങും ചർച്ച പി എം ശ്രീയാണ്. പി എം ശ്രീയിൽ തുടങ്ങി സുരേന്ദ്രണ്ണൻ്റെ ഷുഗർക്കറെ പറ്റി കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറയുന്ന ആ ഒരു ലെവൽ വരെ എത്തിക്കഴിഞ്ഞു. നയം പാസ്സായില്ല, പുതിയ നിയമങ്ങൾ, അതിൻ്റെ നടപടികൾ, അതിൻ്റെ കാര്യങ്ങൾ പുറത്ത് വന്നിട്ടില്ല. ഒരു സ്കൂളിൻ്റെയും ലിസ്റ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ സുരേന്ദ്രണ്ണൻ അദ്ദേഹത്തിൻ്റെ കാര്യം വ്യക്തമാക്കി. ഒരു നല്ല വശമുണ്ടെങ്കിൽ ഒരു കെട്ട വശവും ഇല്ലാതിരിക്കില്ല എന്ന് പറയുന്ന പോലെ ഇതിനെന്തായാലും നല്ലൊരു കെട്ട വശമുണ്ട്. ഒരു വൃത്തികെട്ട ഒരു വശം ഉണ്ടാവണം. പലതരത്തിലും കേരളത്തിലേക്ക് നുഴഞ്ഞു കയറി പലമാതിരി രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഒന്നും നടക്കാതെ വരുമ്പോൾ കിട്ടുന്നൊരു ചാൻസ് എന്തായാലും ഉപയോഗിക്കാതിരിക്കത്തില്ല എന്ന് 100% അത് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ പി എം ശ്രീ മാറ്റിവെച്ചാൽ കേരളത്തോട് പലതരത്തിലുള്ള അവഗണനകൾ, അനീതികളല്ലേ ചെയ്തിട്ടുള്ളത്. വയനാടിൻ്റെ ദുരന്തത്തിൽ എന്താ ചെയ്ത്? ഒരു ഫണ്ട് അനുവദിക്കാതെ അതിനെപ്പറ്റി പഠിക്കണം, അർഹതയുണ്ടോ എന്നറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു MP പോലും മാറി നിന്ന ഒരു സമയം. നേരെ തിരിച്ച് തമിഴ്നാട്ടിൽ കരൂർ ദുരന്തം, തിക്കിലും തിരക്കിലും പെട്ട് ഒരു മഹാനടനെ കാണാൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം നാളെ അദ്ദേഹം വേറൊരു രാഷ്ട്രീയത്തിലോട്ട് മാറാം. ആ ഒരു തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ട ആൾക്കാരെ പെട്ടെന്ന് തന്നെ അവർക്കുള്ള ഫണ്ട് അനുവദിച്ചു കൊടുത്തു. മരണപ്പെട്ടവർക്ക് 2 ലക്ഷവും അല്ലാത്തവർക്ക് 50,000. ഒരു ദിവസം പോലും കാലതാമസം എടുത്തില്ല. അപ്പോൾ ഈ ഒരു തുറുപ്പ് ചീട്ട് വെച്ച് നീട്ടുമ്പോൾ അതിന് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. കേരള ഗവൺമെൻറ് ഇതുവരെയും കേരളത്തോട് കേരള ഗവൺമെൻറ് പുലർത്തിയ നീതി, കേരള ഗവൺമെൻറ് ജനങ്ങളെ വഞ്ചിക്കില്ല എന്നുള്ള വിശ്വാസം അത് ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് പഠിക്കാൻ കടമുണ്ട്, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മത ദേവാലയങ്ങൾ, പള്ളികളുണ്ട്, അമ്പലങ്ങളുണ്ട്, ചർച്ചുകളുണ്ട്. അവിടെയൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ മക്കൾ തന്നെയല്ലേ ഈ സ്കൂളുകളിലേക്ക് പഠിക്കാൻ പോകുന്നത്. അമ്പലത്തിലും പള്ളികളിലൊക്കെ പിരിഞ്ഞു കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ചാൽ നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഇന്ത്യയിൽ എന്ന് പറയുന്നത് കേരളം മാത്രമല്ലല്ലോ, മറ്റ് സംസ്ഥാനങ്ങളുമുണ്ട്. കേരളത്തിൽ കുട്ടികൾക്ക് അടച്ചുറപ്പുള്ള സ്കൂളുണ്ട്, ഉച്ചഭക്ഷണമുണ്ട്, ഹൈടെക് യുഗങ്ങളായിട്ടുള്ള ഹൈടെക് രീതിയിലുള്ള ലാബുകളും കമ്പ്യൂട്ടർ സെൻറ്ററുകളും ഉണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ നിലത്തിരുന്ന് ചോറുനൊലിക്കുന്ന കൂരകളാണ്. നിലത്തിരുന്ന് പഠിക്കുന്നു. ഉണ്ണാനും ഉറങ്ങാനും ഇരിക്കാനും ഒന്നും ഒരു സ്ഥലമില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ ടീച്ചർമാർ വർഷത്തിലോ അല്ലെങ്കിൽ മാസത്തിലോ 1-2 വട്ടം വന്നു പോയാലായി, അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് സാലറി ഇല്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം എത്രയോ മെച്ചപ്പെട്ടതാണ്. ഇന്ത്യയിൽ തന്നെ 1ാം നമ്പറായിട്ട് നിൽക്കുന്ന കേരളമാണ്. അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ സംസാരിക്കുന്നത് കേരളത്തെ പറ്റിയാണ്. അപ്പം ഈ ഒരു PM ശ്രീ എന്ന് പറയുന്ന ഒരു ഫണ്ട്, അല്ലെങ്കിൽ അതിനോട് യോജിക്കണോ, അത് വാങ്ങിച്ചാൽ നാളെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ നോക്കി തീരുമാനിച്ചിട്ട് മാത്രം കേരള ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കണം. അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കടം തീർക്കാൻ, അല്ലെങ്കിൽ നാളത്തെ ഒരു ബുദ്ധിമുട്ട് മാറ്റാനാണെങ്കിൽ ഇതൊരു ബാധ്യതയാകും എന്നാണ് 100% അതൊരു ബാധ്യത തന്നെ ആവും.